തൻ്റെ ശരീരത്തെ എന്തോ ഒന്ന് കുത്തി നോവിക്കുന്നു. തൻ്റെ ശരീരത്തിൽ ഒരു പീഡ തനിക്കുണ്ട്. തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജാതീയരിൽ നിന്നുള്ള കൂട്ടമായ തുടർമാനമായ ഉപദ്രവമായിരിക്കണം ഈ പറയുന്നത്. അതോ മറ്റെന്തെങ്കിലും ശാരീരിക ക്ലേശമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇതൊന്നും മാറിപ്പോകാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു, കേണപേക്ഷിച്ചു. ദൈവമേ, ഇതിനകത്ത് നിന്ന് രക്ഷിക്കണേ, കർത്താവെ ഇതിനകത്ത് നിന്ന് രക്ഷിക്കണേ. ദൈവം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവം എന്ത് പറഞ്ഞു എന്ന് നോക്കുക. 7-ാമത്തെ വചനം, എന്നെ ശല്യപ്പെടുത്തുന്നതിന് ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. പിശാച് ഒരു ദൂതനെ വിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിജാതീയരിൽ നിന്നുള്ള കഷ്ടമായിരിക്കും. പിശാചിൻ്റെ ആൾക്കാരെ വെച്ച് കുത്തുകയാണ്, പള്ളക്ക് കുത്തുകയാണ്, വേദനയാണ്, മുള്ളാണ്, വേദനിക്കുകയാണ്. ഇത് മാറിപ്പോകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. സാക്ഷാൽ പൗലോസ്ലീഹയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മറുപടി എന്താണെന്ന് നോക്ക്. 9-ാമത്തെ വചനം, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. നോക്കുക വാക്ക്, അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി തികഞ്ഞു വരുന്നത്.